ദുരന്തമുഖത്ത് സജീവമാണ് വനിതാ സന്നദ്ധ പ്രവർത്തകർ. നിലമ്പൂരിൽ തെരച്ചിൽ നടക്കുന്ന ഇടങ്ങളിലും ആശുപത്രികളിലുമായി 100-ലധികം വനിതകളാണ് ദുരന്തമുഖത്തുള്ളത്. വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇവർ. കോരിച്ചൊരിയുന്ന മഴയത്തും ഇടതടവില്ലാതെ ഓടി നടന്ന സ്ത്രീകൾ സേവനം ചെയ്യുകയാണ്. ആശുപത്രിയിലെത്തുന്ന സ്ത്രീകളുടെ മൃതദേഹം കുളിപ്പിക്കുന്നത് സ്ത്രീ വളണ്ടിയർമാരാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന ബോഡി ഫസ്റ്റ് ഇൻക്വസ്റ്റ് ചെയ്യാൻ പോലീസിൻ്റെ കൂടെ നമ്മളെല്ലാ അർത്ഥത്തിലും അവർക്ക് ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോഡിക്ക് എന്തൊക്കെ ആദരവാണോ കൊടുക്കേണ്ടത് അതിൻ്റെ എല്ലാവിധ ആദരവ് കൊടുത്തും വൃത്തിയോടെയും കൂടി നമ്മൾ ഡ്രസ്സ് ചെയ്ത് ആ ബോഡി അതിൻ്റെ എല്ലാവിധ മര്യാദയും കൂടി നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ളത്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മൃതദേഹം ആശുപത്രിയിലെത്തുമ്പോൾ ഇവരുടെ കണ്ണുകൾ നിറയുന്നത് കാണാം. വല്ലാത്ത കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നാട് മൊത്തം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആദരവും കൊടുത്തുകൊണ്ട് വല്ലാത്തൊരു ഈ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളാൽ പറ്റുന്ന എല്ലാ സേവനങ്ങളും ഈ സംഭവം നടന്ന അന്ന് മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. തിരച്ചിൽ നടക്കുന്ന ചാലിയാറിലും സ്ത്രീകൾ സജീവമാണ്. നിലമ്പൂർ ആശുപത്രിയിലെത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണം സമീപത്തെ CH സെന്ററിൽ ഒരുക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകളാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇവിടെ ഭക്ഷണം വിളമ്പി അത് ഭക്ഷണം പാകം ചെയ്ത് പിന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ നിലമ്പൂർ CH സെന്ററുമായി പ്രവർത്തിക്കുന്ന വനിതാ വളണ്ടിയർമാർ വളരെ മനോഹരമായി ആ കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട് വിങ്ങിക്കരയുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് നിലമ്പൂരിലെ സ്ത്രീ സമൂഹം. അതുപോലെ നമ്മൾ രാവിലെ പ്രോഡക്റ്റുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫുഡ് ആയിക്കോട്ടെ, പോലെ ഡ്രസ്സ് ആയിക്കോട്ടെ, അത്യാവശ്യം വേണ്ടിയിട്ടുള്ള അവരെ സഹായിക്കാന്നുള്ളത് മാത്രമാണ് ഞാനടങ്ങുന്ന എൻ്റെ സംഘടന അടങ്ങുന്ന ഈ ഒരു ഞങ്ങളുടെ ഒരു കർമ്മം എന്ന് പറയുന്നത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.